ഗവർണർക്കെതിരെ വീണ്ടും ബാനർ ഉയർത്തിയ SFI തിരുവനന്തപുരം ആയുർവേദ കോളേജിലാണ് ബാനർ ഉയർത്തിയത്. വിവരങ്ങളുമായി മാനസ ചേരുന്നു. മാനസ, നേരത്തെ തന്നെ കേരള സർവകലാശാലയിലും സംസ്കൃത സർവകലാശാലയിലും ഒക്കെ ഇത്തരത്തിൽ ബാനറുകൾ ഉയർത്തി പ്രതിഷേധം തീർക്കുകയാണ്. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്ന സന്ദേശമാണ് ഈ ബാനറിലൂടെ SFI ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്താണ് ആയുർവേദ കോളേജിൽ ബാനറിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്? തീർച്ചയായും അജിമിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും അത് തന്നെയാണ് ആരായുന്നത്. അതായത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുള്ള ഭരണം മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവർണർക്കെതിരെ ഇത്തരത്തിൽ നിരന്തരം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇപ്പോൾ ആയുർവേദ കോളേജിലാണ് ബാനർ ഉയർത്തിയിരിക്കുന്നത്. ബാനറിൽ ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPയും തോറ്റുമടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്നാണ് ഈ ബാനറിൽ ഉയർത്തിയ സന്ദേശം. ഏതായാലും നിരവധി ഇടങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസം സംസ്കൃത കോളേജിൽ ഇത്തരത്തിൽ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു. കേരള സർവകലാശാലയിലും ഈ വിദ്യാർത്ഥി യൂണിയന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അതേ തുടർന്നാണ് ഇത്തരത്തിൽ വിവിധ കോളേജുകളിലായി ഇത്തരത്തിൽ ബാനർ ഉയർത്തുന്നത്. ഏതായാലും ഗവർണറുടെ ഈ രാഷ്ട്രീയ നീക്കം, അതായത് രാജ്ഭവനെ അടക്കം RSS വൽക്കരിക്കുന്ന നീക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി തന്നെ നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം സംസ്കൃത കോളേജിലും ഇന്നിപ്പോൾ ആയുർവേദ കോളേജിലും ബാനർ ഉയർത്തിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ ജില്ലയിൽ മുഴുവൻ കോളേജുകളിലും ഇത്തരത്തിൽ പ്രതിഷേധമായി ബാനർ ഉയർത്തുന്നുണ്ടോ? ഇത്തരത്തിൽ ഇന്നിവിടെ ആയുർവേദ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധ ബാനർ ഉയർത്തിയിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ SFI ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഏറ്റെടുക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമുക്കറിയാവുന്ന പോലെ നമ്മളടങ്ങുന്ന വലിയ വിദ്യാർത്ഥി സമൂഹവും ഈ ഭാവി നിലവിലെ നമ്മുടെ പൗരന്മാരെല്ലാവരും കുഞ്ഞുകാലങ്ങളിലൊക്കെ തന്നെ ചരിത്രം പഠിച്ചു പോയവരാണ്. ഈ ചരിത്ര ഭാഗങ്ങളിലൊന്നും തന്നെ ഭാരതമാതാവിനെ കുറിച്ചൊന്നും തന്നെ നമ്മൾ ഒരു ഘട്ടത്തിലും പഠിക്കാത്ത സാഹചര്യമുണ്ട്. പക്ഷേ മനഃപൂർവ്വമായ RSSന്റെ സംസ്കാരം അല്ലെങ്കിൽ RSSന്റെ രാഷ്ട്രീയം നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഗവർണർ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജ്ഭവൻ പോലെയുള്ള ഭരണഘടനയെ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള രാജ്ഭവനിലടക്കം തന്നെ ഇത്തരത്തിൽ കായ്വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചു വെച്ചതുപോലെ ഈ രാജ്യത്തിലെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും എല്ലാ കാലവും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തിലെ പൗരന്മാരുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരായി വരുന്ന, അതിനെ കായ്വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമത്തിനെതിരെയും വലിയ പ്രതിഷേധം വരുന്ന ദിവസങ്ങളിൽ SFIയുടെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ്. നിലപാടിൽ നിന്ന് ഗവർണർ ഇതുവരെയും ഒരു മാറ്റം പ്രകടിപ്പിച്ചിട്ടില്ല. മാറുന്നത് വരെ, അല്ലെങ്കിൽ നിലപാട് മാറ്റുന്നത് വരെ ഈ രീതിയിലുള്ള പ്രതിഷേധം തുടരുമെന്നാണ്. അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ കാവ്യവൽക്കരണം ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടനീളം ഉണ്ടാകുമ്പോൾ അതിനെതിരായുള്ള വലിയ പ്രതിഷേധം കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ നിലയ്ക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുതന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഇതിന്റെ പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ്. എല്ലാ ക്യാമ്പസുകളിലും, അതായത് ഗവർണറുടെ ഈ ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അരങ്ങേറും എന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടയിൽ, ബാനർ ഉയർത്തുന്നതിനിടയിൽ ചുരുക്കം ചില ABVP പ്രവർത്തകർ സ്ഥലത്ത് എത്തിയിരുന്നു. പക്ഷേ സംഘർഷ സാധ്യതയൊന്നും നിലവിലില്ല. കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ സംസ്കൃത കോളേജിലും ബാനർ ഉയർത്തുമ്പോൾ ABVP പ്രവർത്തകർ എത്തിയിരുന്നു. പക്ഷേ അത് വലിയൊരു സംഘർഷ സാധ്യതകളൊന്നും നിലനിർത്തിയിരുന്നില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ എല്ലാ ക്യാമ്പസുകളിലും ഗവർണർക്കെതിരെയുള്ള, അല്ലെങ്കിൽ ഗവർണറുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെയുള്ള പ്രതിഷേധം ഇത്തരത്തിൽ പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് SFI ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നത്. ശരി മാനസയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.